ഞായറാഴ്ച നല്ല രീതിയിൽ കിടന്നുറങ്ങുന്ന ടൈമിലാണ് ഒരു കൂട്ടുകാരന്റെ കോള് വാടാ പുറത്തേക്ക് വാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പൊ പുറത്തേക്ക് പോയിട്ടെന്ന് ചോദിച്ചു. അപ്പൊ അത് സസ്പെൻസ് ആണ്, നീ വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ 11 മണിയാണ്ട് പോയി. അപ്പൊ ഈ നട്ടാറ വെയിലത്ത് എന്തിനാണ് പള്ളിയോടെ പോയി നിൽക്കണെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. രാവിലെ ഒന്നും തിന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ വന്നൂന്നും പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ എണീറ്റ് നേരെ കടയിൽ പോയി ഒരു ഏത്തപ്പഴം നിന്നിട്ട് നേരെ പോവേണ്ട കൈസ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് വെച്ചപ്പോ റാഷിക്കാക്ക വിളിച്ചു വരുത്തിയാന്നാണ് പറഞ്ഞത്, പൂളി കുളിക്കാൻ പോവാന്ന്. അങ്ങനെ കുഞ്ഞിക്കട്ടന്റെ ആർക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടാ. ഇതാണ് ട്രക്ക് 42. ഇത് പണിത് ഇറക്കിയേക്കണേണ്ട കൈസ്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ വണ്ടി സെറ്റ് ആക്കിയിട്ട് പണിത് ഇറക്കിയേക്കണേണ്. അപ്പൊ ഇത് ഓപ്പൺ ജീപ്പ് ആക്കിയിട്ടാണ് നമ്മ പോണത്. അപ്പൊ അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ചോദിച്ചപ്പോ പെട്രോൾ എന്തോ പമ്പ് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മ വണ്ടി എടുത്തത് അവിടുത്തെ ഗേറ്റ് അടിച്ച് നമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ഇക്ക വന്നേക്കണത്. എനിക്കൊന്ന് ഓടിക്കാന്ന് വരുമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു റൈഡും കൊടുത്ത് പുള്ളി പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് റൈഡ് അടിച്ച് വരട്ടെ. പുള്ളി വന്ന് നമ്മ നേരെ പോവേണ്ട. അപ്പൊ നമ്മ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കൊട്ടാര റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടാണ്. അപ്പൊ ഇവരുടെ തന്നെ റിസോർട്ട് ഇവിടെയാണ് നമ്മ കുളിക്കാൻ വന്നേക്കണേണ്ട. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറായില് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ സ്റ്റേ ഒക്കെ തപ്പുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഓപ്ഷൻ ആയിക്കോട്ടെ കൈസ്. കാരണം പൂളും മിനി സിനിമ സെറ്റപ്പ് ഒക്കെ ഉള്ളിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് നൈറ്റ് ജില്ലൊക്കെ അടിക്കാനാണെങ്കിൽ നമുക്ക് ഗ്രില്ലൊക്കെ അടിക്കാൻ പറ്റോട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ സ്റ്റേ ഒക്കെ നോക്കണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കൊട്ടാര റിസോർട്ട്. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എത്തിയപ്പോ തന്നെ നമ്മ കയറി ചാടിയിട്ട. അപ്പൊ ഒരു സായിപ്പ് വന്നിട്ടുണ്ട്. പുള്ളിനെ എല്ലാരും കൂടി നിർബന്ധിച്ച് ഇങ്ങനെ പുള്ളിയും ചാടാനിട്ടാ. അപ്പൊ നേരെ വൈബ്, വേറെ ഒന്നുമില്ല ഗായ്സ്. ഇതൊക്കെയാണ് ഒരു മെമ്മറി അല്ലെ. നമ്മ മാക്സിമം കൂട്ടുകാരന്മാരെ കിട്ടുന്ന ടൈമിലൊക്കെ എൻജോയ് ചെയ്യാൻ നോക്കട്ടെ. അല്ലെങ്കിൽ കുറെ നാളെ കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന തന്നെ ഒരു ഉറപ്പുണ്ടാവില്ല. കാരണം പലവരും പല ഏരിയയിലേക്കൊക്കെ പോകും. മാക്സിമം കിട്ടുന്ന ടൈമിലൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാട്ട. അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞപ്പോ അടിയിൽ ഒരു ഷവറിനിട്ട ഗൈസ്. ഇവിടെ ഇങ്ങനെ നിന്ന് കുളിക്കാനായിട്ട് നല്ല രസമുണ്ടാ. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ചെറായി ബീച്ചിൽ നിങ്ങൾ വല്ല സ്റ്റേ നോക്കണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ കൊട്ടാര റിസോർട്ട് തന്നെ ആയിരിക്കും കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, 1500 രൂപ പൂളും സിനിമ സെറ്റപ്പ് ഒക്കെ ഉള്ള വേറെ സ്ഥലം ഉണ്ടാകുന്ന എനിക്ക് തോന്നല്ല.